നവംബർ മാസം 28-ാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെയും നാളത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, പാൻ കാർഡ് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുമെന്ന് അറിയിച്ചു കേന്ദ്ര സർക്കാർ. QR കോഡുള്ള പാൻ കാർഡ് തയ്യാറാക്കുവാനാണ് തീരുമാനം. പാൻ 2 പദ്ധതിക്കായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ആദായ നികുതി വകുപ്പിന്റെ പാൻ 2 പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സാമ്പത്തിക കാര്യ അംഗീകാരം നൽകിയതായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. QR കോഡുള്ള പാൻ കാർഡിലേക്ക് സൗജന്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ് പാൻ 2. 1435 കോടി ചിലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നികുതിദായകർക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ആക്കുകയാണ് പാൻ 2 പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. ഗുണമേന്മയോടെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാൻ ഇത് ഗുണം ചെയ്യും. 78 കോടി പാൻ കാർഡുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. നികുതിദായകർ ഉപയോഗിക്കുന്ന നിലവിലുള്ള സംവിധാനം നവീകരിക്കുന്നതാണ് പുതിയ പദ്ധതി എന്നും കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആധാർ കാർഡ് സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി നീട്ടിയിരിക്കുകയാണ്. 2024 ഡിസംബർ 14 അവരുടെ വിശദാംശങ്ങൾ ഓൺലൈനിലൂടെ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. 10 വർഷം മുൻപ് ആധാർ ലഭിച്ചവർക്കും പിന്നീട് അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും ഈ അവസരം വിനിയോഗിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ കാല അളവിൽ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കാത്തവർ പിന്നീട് ആധാർ കേന്ദ്രങ്ങളിലൂടെ അപ്ഡേറ്റ് ചെയ്താൽ 50 രൂപ ഈടാക്കുന്നതാണ്. മൈ ആധാർ പോർട്ടൽ സന്ദർശിച്ചുകൊണ്ട് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. 2016 ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് റെഗുലേഷൻ അനുസരിച്ച് ലഭിച്ച 10 വർഷത്തിനു ശേഷം ഉപഭോക്താവ് അവരുടെ ആധാർ പുതുക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായം ആയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ മാസം ഇനി ഉണ്ടാകില്ല. നവംബർ മാസത്തിലെ വിതരണം ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബർ മാസം ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് മുൻപ് തന്നെ 2 പെൻഷൻ ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുവാൻ പോകുന്നത് എങ്കിൽ പോലും ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഈ ആനുകൂല്യം വാങ്ങുന്ന ആളുകളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നവംബർ 6-ാം തീയതി നടത്തിയ വിതരണം പലർക്കും ഈ ആനുകൂല്യം തടസ്സപ്പെട്ടിരുന്നു. അതൊരു പക്ഷേ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലമാകാം. അതുകൊണ്ട് തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ ആണ് എങ്കിൽ അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വ്യക്തികൾ ആണെങ്കിൽ അങ്ങനെയുള്ളവർ ആ രേഖ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് അടയ്ക്കേണ്ടതാണ്. മൂന്നാമതായിട്ട്, കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ കൃത്യമായിട്ട് അത് അറിയിക്കണം. ആനുകൂല്യം മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം ഇതുകൊണ്ടും സംഭവിക്കാം.